ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പ്. തിങ്കിങ് ഗ്യാപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മാതാ പിതാ ഗുരു ദൈവം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റീം പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് MCQs ആണ്. അധികം സമയം കളയേണ്ട, പോകാം ക്ലാസ്സിലേക്ക്, പഠിക്കാം സ്റ്റീം പവർ പ്ലാന്റിൻ്റെ MCQs. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് സ്റ്റീം പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് MCQs ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദീസ് ഈസ് ആൻ ഔട്ട്പുട്ട് ഓഫ് എ ഫർണസ്? വിച്ച് ഓഫ് ദീസ് ഈസ് ആൻ ഔട്ട്പുട്ട് ഓഫ് എ ഫർണസ്? ഓപ്ഷൻ ഫ്യൂവൽ ഗ്യാസ്, എയർ, ഫ്ലൂ ഗ്യാസ് ആൻഡ് വാട്ടർ വേപ്പർ. ഫ്യൂവൽ ഗ്യാസ്, എയർ, ഫ്ലൂ ഗ്യാസ് ആൻഡ് വാട്ടർ വേപ്പർ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഫ്ലൂ ഗ്യാസ് ആയിരിക്കും. ആൻസർ ഈസ് ഫ്ലൂ ഗ്യാസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ പറഞ്ഞുതരാം. A furnace takes in a fuel, gas, air and water vapor while it gives off flue gases. A furnace takes in a fuel, gas, air and water vapor while it gives off flue gases. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ദ പ്രോഡക്റ്റ് ഓഫ് എഫിഷ്യൻസി ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ടു ദ വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് ഓപ്ഷൻ നെറ്റ് ടെമ്പറേച്ചർ ചേഞ്ച്, net work done, net enthalpy change and none of these. The product of efficiency and heat transferred to the working fluid is answer എന്ന് പറയുന്നത് net work done. net work done. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് the formula of efficiency of a steam power plant is efficiency is equal to net work done divided by net heat transferred. net heat transferred. അപ്പോൾ the formula of efficiency of a steam power plant is efficiency is equal to net work done divided by net heat transferred. Okay. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് എ ഡക്റ്റ് വിച്ച് ഇൻക്രീസസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആൻഡ് കോസസ് എ കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ പ്രഷർ ഈസ് കോൾഡ് ഓപ്ഷൻ നോസിൽ, ഡിഫ്യൂസർ, ജെറ്റ് ആൻഡ് ഓറിഫൈസ്. ആൻസർ എന്ന് പറയുന്നത് ഡിഫ്യൂസർ ആയിരിക്കും. ആൻസർ ഈസ് ഡിഫ്യൂസർ. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. എ ഡക്റ്റ് വിച്ച് ഇൻക്രീസസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആൻഡ് കോസസ് ദ കറസ്പോണ്ടിങ് ഇൻക്രീസ് ഈസ് in pressure is called a diffuser. Increase in pressure is called a diffuser. Next question പറയുന്നത് the flow through a nozzle is regarded as dash. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സെന്റൻസ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. the flow through a nozzle is regarded as isentropic flow. the flow through a nozzle is regarded as isentropic flow എന്നായിരിക്കും. ആൻസർ അത് തന്നെ. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. the flow through a nozzle is regarded as isentropic flow. ഓക്കെ. അപ്പോൾ നമ്മുടെ സെവൻത് ക്വസ്റ്റ്യൻ പറയുന്നത് ദ എയർ പ്രീ ഹീറ്റർ ഈസ് ഇൻസ്റ്റോൾഡ് ഡാഷ്. ഓപ്ഷൻ ബിറ്റ്വീൻ ദ economizer and chimney, before the superheater, before the economizer, none of these. അപ്പോൾ the air preheater is installed between the economizer and the chimney. The air preheater is installed between the economizer and the chimney. അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ the installation of an air preheater is between the economizer and the chimney. But the installation of an air preheater is between the economizer and the chimney. Next question പറയുന്നത് a closed vessel made of steel and used for the generation of steam is called a steam condenser, steam boiler, steam injector, steam turbine. അപ്പോൾ a closed vessel made up of steel and used for the generation of steam is called steam boiler. അത് കാണാൻ പഠിക്കേണ്ട ഒരു ഡെഫിനിഷനാണ്. എ ക്ലോസ്ഡ് വെസൽ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ ആൻഡ് യൂസ്ഡ് ഫോർ ദ ജനറേഷൻ ഓഫ് സ്റ്റീം ഈസ് കോൾഡ് സ്റ്റീം ബോയിലർ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ആൻ എക്കണോമൈസർ ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ എ ബോയിലർ പ്രൈമർലി ടു
ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഇൻക്രീസ് സ്റ്റീം പ്രഷർ, സെക്കൻഡ് ഓപ്ഷൻ റെഡ്യൂസ് ഫ്യൂവൽ കൺസപ്ഷൻ, തേർഡ് ഓപ്ഷൻ പറയുന്നത് സൂപ്പർ ഹീറ്റ് ദ സ്റ്റീം ആൻഡ് ഓൾ ഓഫ് ദ അബോവ്. അപ്പോൾ ആൻ എക്കണോമൈസർ ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ എ ബോയിലർ പ്രൈമർലി ടു റെഡ്യൂസ് ഫ്യൂവൽ കൺസപ്ഷൻ. ആൻസർ എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ഫ്യൂവൽ കൺസപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ പെർഫോമൻസ് ഓഫ് എ ബോയിലർ ഈസ് മെഷേർഡ് ബൈ ദ ഓപ്ഷൻ ഡ്രൈ ഫ്ലൂ ഗ്യാസസ്, സ്റ്റീം ഫോർമേഷൻ, മോയ്സ്ചർ ഇൻ ഫ്യൂവൽ ആൻഡ് ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് അൺബേൺ കാർബൺ. അപ്പോൾ ദ പെർഫോമൻസ് ഓഫ് എ ബോയിലർ ഈസ് മെഷേർഡ് ബൈ ദ ഡ്രൈ ഫ്ലൂ ഗ്യാസസ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് ദ പെർഫോമൻസ് ഓഫ് എ ബോയിലർ ഈസ് മെഷേർഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഡ്രൈ ഫ്ലൂ ഗ്യാസസ് എക്സ്ഹോസ്റ്റഡ്. അപ്പോൾ ദ പെർഫോമൻസ് ഓഫ് എ ബോയിലർ ഈസ് മെഷേർഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഡ്രൈ ഫ്ലൂ ഗ്യാസസ് എക്സ്ഹോസ്റ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ ഡിവൈസ് യൂസ്ഡ് ഇൻ എ ബോയിലർ ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് സ്റ്റീം ഫ്രം ദ ബോയിലർ ടു ദ മെയിൻ പൈപ്പ് ആൻഡ് ടു ഷട്ട് ഓഫ് ദ സ്റ്റീം കംപ്ലീറ്റ്ലി വെൻ റിക്വയർഡ് ഈസ് നോൺ ആസ് ഓപ്ഷൻ ഫ്യൂസിബിൾ പ്ലഗ്, സൂപ്പർ ഹീറ്റർ, സ്റ്റോപ്പ് വാല്യൂ ആൻഡ് ബ്ലോ ഓഫ് കോർ. എ ഡിവൈസ് യൂസ്ഡ് ഇൻ എ ബോയിലർ ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് സ്റ്റീം ഫ്രം ദ ബോയിലർ ടു ദ മെയിൻ പൈപ്പ് ആൻഡ് ടു ഷട്ട് ഓഫ് ദ സ്റ്റീം കംപ്ലീറ്റ്ലി വെൻ റിക്വയർഡ് ഈസ് നോൺ ആസ്. ആൻസർ എന്ന് പറയുന്നത് സ്റ്റോപ്പ് വാൽവ്. ഒരു ഡെഫിനിഷൻ പോലെ പഠിക്കേണ്ടതാണ്. ഡിവൈസ് യൂസ്ഡ് ഇൻ എ ബോയിലർ ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് സ്റ്റീം ഫ്രം ദ ബോയിലർ ടു ദ മെയിൻ പൈപ്പ് ആൻഡ് ടു ഷട്ട് ഓഫ് ദ സ്റ്റീം കംപ്ലീറ്റ്ലി വെൻ റിക്വയർഡ് ഈസ് നോൺ ആസ് സ്റ്റോപ്പ് വാല്യൂ. ഓക്കെ, സ്റ്റീം പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് MCQs നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്തൊരു പവർ പ്ലാന്റുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.